ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ചിന്നുവിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അതിൽ മേമ്മയുടെ മകളുടെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേമ്മയുടെ അവിടെ തന്നെ മുടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രയർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേമ്മയ്ക്ക് പാർലറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബ്രൈഡിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വൈകുന്നേരമാണ് കേട്ടോ ഫംഗ്ഷൻ വന്നിട്ട്. രാത്രിയിലെ ഫംഗ്ഷനായതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം രാവിലത്തെ ഫംഗ്ഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട് നമ്മൾ രാവിലെ ഒരു ഫംഗ്ഷൻ കരിഞ്ഞുണങ്ങിയിട്ടായിരിക്കട്ടെ നമ്മൾ വരുന്നുണ്ടാവുക. നേരത്തേക്ക് വേണ്ടിയിട്ട് യാത്ര പോകാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫേസ് വാഷാണ് കേട്ടോ മുഖത്ത് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊരു ഫേസ് വാഷാണ് കേട്ടോ. അത് ലോറിയലിൻ്റെ ഫേസ് വാഷാണ്. നല്ല ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഞാനും വിഷ്ണുവും അമ്മയൊക്കെ അതൊന്നും മുഖമൊക്കെ വാഷ് ചെയ്തു. പിന്നെ അമ്മ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ ക്രീമും ഫൗണ്ടേഷനൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി. സാരി വന്നിട്ട് ഈ ഒരു പീച്ച് ഷെയ്ഡ് പിന്നെ വൈറ്റ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിഷ്ണുവിൻ്റെ അമ്മയാണത്, വൈറ്റ് സാരി. പിന്നെ അതൊരു ചിന്നുവിൻ്റെ ഒരു അമ്മായിയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഹാളെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാളിലെത്തിക്കഴിഞ്ഞ് ഇത് പുഴയോരം റിസോർട്ട് എന്നാണ് കേട്ടോ പറയുക. നല്ല ഒരു അടിപൊളി പ്ലേസാണ്. സൈഡിൽ പുഴ, അതുപോലെ തന്നെ അവിടേക്കുള്ള എൻട്രൻസ്. ഇവരുടെ ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ എത്രയും രസമാക്കിയിട്ട് ഇവർക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അതെന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ അവിടെ ലൈറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ കല്യാണം കാര്യങ്ങളൊക്കെ നടത്താൻ ആഗ്രഹമാണെങ്കിൽ പുഴയോരത്ത് വന്നിട്ട് നടത്താം കേട്ടോ. പുഴയോരം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. തൊട്ടടുത്തൊരു പുഴയുണ്ട്. പുഴ അതിൻ്റെ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ബ്രൈഡിൻ്റെ ബാക്കിലായിട്ട് ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ്, ബ്രൈഡ് മെയ്ഡ് അവർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജ് എന്നുള്ള ലോങ് എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിലെടുത്ത കുറച്ച് ക്ലാരിറ്റി കുറവും കാര്യങ്ങളുണ്ട്. സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ ലൈറ്റ് റിസോർട്ടിൻ്റെ ഭംഗി വന്നിട്ട് ഈ റിസോർട്ടിൻ്റെ സൈഡിൽ പുഴയുള്ളത് മാത്രമല്ല കേട്ടോ. അവർ ഇവിടെ ചെയ്തിട്ടുള്ള ആ ചെടികൾ, അതുപോലെ തന്നെ അവരിവിടെ വെച്ചിട്ടുള്ള ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. ഇവിടെ നിറയെ ചെടികൾ, ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ചെടിയൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 6 മണിക്കാണ് കേട്ടോ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6 മണിക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 7:30 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഗ്രൂം, ബ്രൈഡ് അവരേനൊക്കെ വെൽക്കം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫുഡിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇനിയിപ്പോൾ അവർ ബ്രൈഡ് ആൻഡ് ഗ്രൂം അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആങ്കറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ചിന്നുവിൻ്റെ തന്നെ ഫ്രണ്ട്സായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് നമ്മുടെ കൂടെ ഒരു പ്രോഗ്രാം നമ്മുടെ അവസാനം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളിയല്ലേ ഗൈസ്. അത് ചിന്നുവിന് അത് 100% കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിന്നുവിൻ്റെ അവിടുത്തെ അച്ഛനെ കണ്ടു. അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആങ്കിളായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു. അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി വെൽക്കം ചെയ്യുന്ന കാര്യങ്ങളും ആ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം. അപ്പോൾ ആദ്യം തന്നെ ഗ്രൂമിനെയാണ് ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ ബ്രൈഡിനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം.
വെൽക്കം ചെയ്യലും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡാൻസ്, ഒത്തിരി പ്രോഗ്രാംസ് അതിനിടയിലുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ എല്ലാവരും കൂടിയിട്ടുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഫസ്റ്റ് എൻട്രി ചെയ്തത് കസിൻ ബ്രദേഴ്സാണ്. അവരെല്ലാവരും കൂടെ അവർ തലേ ദിവസം 2 മണി വരെ പഠിച്ചിട്ടാണ് കേട്ടോ ഡാൻസ് വെച്ചത്. പക്ഷേ ഞങ്ങൾ വാലും തുമ്പില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാട്ടിക്കൂട്ടലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ വീഡിയോ പോവാം. You're all that I need, like a missing piece. You are of my life. You make me complete. You make me believe in destiny. Da-da, da-da-da. Da-da, da-da-da. അപ്പം നമ്മുടെ ഡാൻസ് എൻഗേജ്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയുള്ളൂ. ടാറ്റാ.